Hello friends, we can ask 14 different type of questions in English in connection with the past perfect tense. What is past perfect tense? What is past perfect tense? Past perfect tense is an action that is completely done in the past, that had done. ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നുള്ളത് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. സോ ഹൗ ടു സേ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഇൻ ഇംഗ്ലീഷ്? എങ്ങനെയാണ് ഇത് ഇംഗ്ലീഷിൽ ഉണ്ടാക്കുന്നത്? അത് നമ്മൾ ചേർക്കുന്നത് ഹാഡ് ചേർക്കും. ഹാഡ് പ്ലസ് V3. ഏത് ക്രിയയുടെയും മൂന്നാമത്തെ രൂപം അതിൻ്റെ കൂടെ ഹാഡ് ചേർത്താൽ ഹാഡ് ഗോൺ പോയിട്ടുണ്ടായിരുന്നു, ഹാഡ് ഈറ്റൺ തിന്നിട്ടുണ്ടായിരുന്നു, ഹാഡ് പ്രോമിസ്ഡ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടായിരുന്നു, ഹാഡ് ഗിവൺ നൽകിയിട്ടുണ്ടായിരുന്നു, ഹാഡ് ടോൾഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹാഡ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദീസ് ആർ ദ മീനിങ്. ദെൻ വെൻ ഡു വി യൂസ് ദിസ് തിങ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പം നമുക്ക് അടുത്ത കാലത്തോ മുമ്പ് കാലത്തൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ സം പോയിന്റ്സ് ഷുഡ് ബി നോട്ടഡ്. എന്തെന്നറിയോ? രണ്ട് പ്രവൃത്തികൾ അടുത്തടുത്ത് ബന്ധമുള്ള രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യം നടക്കുന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റിൽ പറയും, രണ്ടാമത് നടക്കുന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലും പറയും. ഉദാഹരണമായിട്ട് സാധാരണ പറയുന്ന എക്സാമ്പിൾ എന്താണ്? ഐ വെൻറ്റ് ടു ദ റെയിൽവേ സ്റ്റേഷൻ ബട്ട് ദ ട്രെയിൻ ഹാഡ് ഗോൺ. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി ബട്ട് ദ ട്രെയിൻ ഹാഡ് ഗോൺ. അതിനെ വേറെ രീതിയിലും പറയാം, Before I reached the railway station, the train had gone. ഓക്കെ, ഇനി ഞാൻ ആദ്യം എത്തി, ട്രെയിന് പിന്നെയാണ് വന്നത്. സോ ട്രെയിൻ കെയിം ലേറ്റ്, ഐ ഹാഡ് റീച്ച്ഡ് ദർ ബിഫോർ. ഞാൻ അവിടെ മുമ്പ് എത്തിയിരുന്നു. ദെൻ ട്രെയിൻ കെയിം ലേറ്റ്, ഐ ഹാഡ് റീച്ച്ഡ് ബിഫോർ. ഞാൻ മുമ്പേ എത്തിയിരുന്നു. അപ്പോൾ ദിസ് ഈസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. നമ്മൾ മുമ്പെങ്ങാണ്ട് രാജാവ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ രാജാവ് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി ഹാഡ് ഡൺ മെനി തിങ്സ്, ഹി ഹാഡ് റിഫോംഡ് മെനി തിങ്സ്, ഹി ഹാഡ് റൂൾഡ് ദാറ്റ് കൺട്രി. ആ രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു, ആ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും? ഹാഡ് പ്ലസ് V3. അതിന് സിംഗിളറാണോ പ്ലൂറലാണോ പേഴ്സൺ വ്യത്യാസങ്ങളൊന്നുമില്ല. ഐ ഹാഡ് ഗോൺ, യു ഹാഡ് ഗോൺ, ദേ ഹാഡ് ഗോൺ, വി ഹാഡ് ഗോൺ, ഷീ ഹാഡ് ഗോൺ, ഇറ്റ് ഹാഡ് ഗോൺ. ഇങ്ങനെ ഗോൺ വെച്ച് വരുന്ന ചില ഹാഡ് ഗോൺ, ഹാഡ് ഡൺ ഇതേ ക്രമത്തിലാണ്. നൗ ലെറ്റ് us come to our point, how to ask 14 different type of WH and H questions in past perfect tense. First one, what had you seen? നിങ്ങൾ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു? What had you eaten? What had you done? എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? What had you promised to them? Okay, this is what. Then comes who had asked you about those things? ആരാ നിങ്ങളോട് അതേക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? Who had replied you about it? ആരാ നിങ്ങളെക്കുറിച്ച് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തത്? Who had explained you? ആര് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു? That is who. Then whom? ആരെ? Whom had you consulted? നിങ്ങൾ ആരെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? Whom had you consulted? Then whom had you met? Met. Whom had you met? Then from whom? ആരിൽ നിന്ന്? From whom had you borrowed? From whom had you borrowed? Okay, from whom had you got clarification? From whom? ആരിൽ നിന്ന്. Then for whom? ആർക്ക് വേണ്ടി? For whom had you argued? For whom had you argued? For whom had you striven hard? Striven. യജ്ഞിക്കുക. For whom had you taken much effort? Had taken. Okay, so such a way whom and which ഏത്? അത് സാധാരണ ചോദിക്കില്ല. Which book had you written first? ആദ്യം നിങ്ങൾ വായിച്ച പുസ്തകം ഏതായിരുന്നു നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നത്? Which place had you visited? നിങ്ങൾ നഗരത്ത് പോയിരിക്കാൻ ചോദിക്കുകയാണ്, ഒരു പുതിയ നഗരത്ത് പോയിക്കാണ്. സോ which place had you visited first? Which place had you visited second? ഇങ്ങനെ ചോദിക്കുന്നു. Then which and what? Then where had you gone? Where had you reached? Okay, when had you started? When had you ended your program? When and where had you reached? When had you started? When had you finished?
ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ. ദാറ്റ് ഈസ് വെൻ. ദെൻ വിച്ച് വേ നമ്മൾ പറഞ്ഞു, വിച്ച് പ്ലേസ് പറഞ്ഞു. ദെൻ whose company had you liked very much? Whose company had you enjoyed too much? ആരുടെ കമ്പനി? whose company, whose care of, ആരുടെ കെയർ ഓഫ്. അപ്പോൾ ഇതേപോലെ whose company, whose book, whose part, whose portion, whose way, ആരുടെ വഴി, ഇങ്ങനെയൊക്കെ വെച്ചിട്ട് പറയുന്നത് whose. So that's about WH. Then now comes H questions. How had they reached there? അവർ എങ്ങനെയാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്? How had they appeared? How had they mentioned something? How had they spoken something? How had they spoken something? Then how much had they eaten? How much had they eaten? How much had they consumed? Okay, how much had they charged? എത്ര ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു? Then how many students had visited there? How many students had appeared? How many students had arrived there? How many, എണ്ണത്തെ കുറിക്കുന്നു. Then how long had they stayed there? How long had they stayed there? How long had they launched? How long had he or she, how long had she stayed there, lived there, like that. How long had she lived in that particular region? എത്ര കാലം അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു? ഓക്കെ, had lived, ജീവിച്ചിട്ടുണ്ടായിരുന്നു. How long, എത്ര കാലം. Then how far had they traveled? How far had they run? ഓക്കെ, എത്ര ദൂരം ഓടിയിട്ടുണ്ട്? How far had they run at a stretch? ഒരൊറ്റ സ്ട്രെച്ചിന് എത്ര ദൂരം ഓടിയിട്ടുണ്ടായിരുന്നു? How far, and how often had they met you? How often had they met you? How often had they approached somebody? Okay, എത്ര തവണ. So how long and how many, how far. So almost how long, how far and how many, and how and how many